കാസർഗോഡ് വീട്ടുകിണറ്റിൽ പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തിയിട്ടും പുലിയെ പിടികൂടാൻ നടപടിയെടുക്കാതെ വനം വകുപ്പ്. പുലികൾ വൈകാതെ കാട് കയറുമെന്നും തെരുവ് നായ്ക്കളെ മാത്രമേ ഇരയാക്കൂ എന്നുമാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പക്ഷം. കരിന്തളം, ബോവിക്കാനം, ഇരയണ്ണി തുടങ്ങിയ മേഖലകളിലാണ് പുലിശല്യം രൂക്ഷമായത്. പല ഭാഗങ്ങളിലും ഒരേ സമയം ഒന്നിൽ കൂടുതൽ പുലികളെ നാട്ടുകാർ കാണുകയും തെരുവു നായ്ക്കളെയും വീട്ടിൽ വളർത്തുന്ന നായ്ക്കളെയും കടിച്ചു കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് വനംവകുപ്പ് 2 കൂടുകൾ സ്ഥാപിച്ചതല്ലാതെ മറ്റ് നടപടികളൊന്നും സ്വീകരിച്ചില്ല. കൂടുവച്ചതിന് ശേഷവും പല ഭാഗങ്ങളിലും പുലികളെ കാണുകയും നായ്ക്കളെ പിടികൂടുകയും ചെയ്തു. ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം ആടൂർ ദേലമ്പാടിയിൽ പുലി വീട്ടുകിണറ്റിൽ വീണ് ചത്തു. എന്നാൽ നിത്യേന പുലി ഇറങ്ങിയിട്ടും വനംവകുപ്പ് അധികൃതർ പ്രതികരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. എന്നാൽ പുലി ഇറങ്ങുന്നത് സീസണൽ കാര്യം മാത്രമാണെന്നും തെരുവു നായ്ക്കളെ ലഭിക്കാതാകുമ്പോൾ പുലി കാടുകയറുമെന്നുമാണ് വനംവകുപ്പിന്റെ വിശദീകരണം. പുലിയുടെ ഇഷ്യൂ ഒരു സീസണലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടുതൽ കാലം അങ്ങനെ നിൽക്കാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് തെരുവ് പട്ടികൾ വർദ്ധിക്കുന്നതുകൊണ്ടും അതുപോലെ കാട്ടുപന്നികൾ വർദ്ധിക്കൊണ്ടുമാണ് ഇതിങ്ങനെ പുറത്തോട്ട് വരാൻ. അത് ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്നതാണ്, ഭക്ഷണം അതിന് പിടിച്ചു പോകുന്നു. അപ്പോൾ തെരുവ് പട്ടികളുടെ എണ്ണം കുറക്കാനും വനമേഖലയിലും വനത്തിനു ചുറ്റും ഈ വേസ്റ്റുകൾ ഡംപ് ചെയ്യുന്നത് കുറക്കാനുള്ള നടപടികൾ നമ്മൾ ഭാവിയിൽ സ്വീകരിക്കേണ്ടതുണ്ട്. ജനവാസ മേഖലയിലേക്ക് പുലി ഇറങ്ങുകയും നായ്ക്കളെ ലഭിക്കാതെ വരികയും ചെയ്താൽ മനുഷ്യനെ പിടികൂടുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. ന്യൂസ് മലയാളം, കാസർഗോഡ്.